വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാമാണ് നാളെ നടക്കാൻ പോകുന്നത്. അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് ബിയിൽ യൂഷ്വലായിട്ട് 7 ചോദ്യങ്ങളിൽ 4 പ്രോബ്ലംസ് 3 തിയറി, ചിലപ്പോൾ 4 തിയറി 3 പ്രോബ്ലം, ഈ ഒരു പ്രപ്പോർഷനാണ് മാറി മാറി ഇടാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ഒരു തിയറി ഇടാറുണ്ട്. അത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ പറ്റിയുള്ള ബേസാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് ചോദിക്കാറുണ്ട്. ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ്, നിർബന്ധമായും നോക്കിയിരിക്കണം. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം. ദെൻ പ്രെഡിക്റ്റീവ് ടൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, പ്രെഡിക്റ്റീവ് ടൂൾസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അത് മറ്റൊരു ക്വസ്റ്റ്യൻ. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുള്ളതാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാറുള്ള ക്വസ്റ്റ്യൻ, സ്ട്രാറ്റജിക് റോൾ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, സ്ട്രാറ്റജിക് റോൾ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് റിപ്പീറ്റായിട്ട് കണ്ടുവന്നുള്ള ചോദ്യങ്ങൾ. നിർബന്ധമായും ഇതൊക്കെ നോക്കാം. അതാണ് ആദ്യത്തെ സജഷൻ. രണ്ടാമതായിട്ട് സജസ്റ്റ് ചെയ്യാനുള്ളത് കൺസെപ്റ്റ് ഓഫ് ഇക്കണോമിക് വാല്യൂ ആഡഡ്, അതാണ്. ദെൻ നെക്സ്റ്റ് പെർഫോമൻസ് ബഡ്ജറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ പലപ്പോഴും വരാറുള്ളതാണ്. എന്താണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ്, അതിൻ്റെ പ്രോസസ്സ് എന്താണ്, പലപ്പോഴും വരാറുണ്ട് കേട്ടോ, നോക്കിക്കോളൂ. നെക്സ്റ്റ് സജസ്റ്റ് ചെയ്യാനുള്ളത് NPV ഒരു പ്രോബ്ലം ആയിട്ട് വരാറുള്ളതാണ്, നിർബന്ധമായും നോക്കുക. ദെൻ ആ ഒരു ചാപ്റ്ററിൽ തന്നെ റിസ്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള, റിസ്ക് മെഷർമെൻറ്റിനെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് പ്രോബ്ലം ആയിട്ട്. ഇപ്പോൾ റിസ്ക് അഡ്ജസ്റ്റഡ് റേറ്റ് ആ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് പലപ്പോഴും വരാറുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്രോച്ച് കുറച്ചില്ലേ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുള്ളതാണ്, നിർബന്ധമായും നോക്കുക. ദെൻ നെക്സ്റ്റ് ഇതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം വരാറുള്ളതാണ്. 3 വാരിയൻസിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാറ്. അതിപ്പോൾ മെറ്റീരിയൽ ആവാം, ലേബർ ആവാം, ഓവർ ഹെഡ് ആവാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. മെറ്റീരിയൽ ആവാം, ഒരെണ്ണം എപ്പോഴും വരാറുണ്ട്, ലേബർ ആവാം, അതല്ലെങ്കിൽ ഓവർ ഹെഡ് ആവാം. ഓക്കെ, ഇതാണ് മറ്റൊരു സജഷൻ. അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം, BEP കാൽക്കുലേഷൻ്റെ ഒക്കെ കുറച്ചൊരു ഡെപ്തിലുള്ള ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ആപ്ലിക്കേഷനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യമായിരിക്കാം ഉണ്ടാവുക, അതാണ് മറ്റൊരു സജഷൻ. ഇനി ഡിസിഷൻ ട്രീയുടെ തിയറി, ചിലപ്പോൾ അതിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. ഡിസിഷൻ ട്രീ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ്, അതിൻ്റെ പ്രോബ്ലം നോക്കാം കേട്ടോ, അതാണ് നൽകാനുള്ള മറ്റൊരു സജഷൻ. ഇനി ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ്,
തിയറി വന്നിട്ടുള്ളതാണ് ഇതിനായിട്ട് മുമ്പ്. എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ്, ദെൻ അതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ്, മെറിറ്റ്സ് അതുപോലെ തന്നെ ഡിമെറിറ്റ്സ്. മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി പെർഫോമൻസ് മെഷർമെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം, അതിനെപ്പറ്റിയുള്ളൊരു ചോദ്യം. പെർഫോമൻസ് മെഷർമെൻറ്റ് എന്താണ്? വാരിയസ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് the performance of a company. അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് നൽകിയത്. ഈ ഒരു പാർട്ടിൻ്റെ കോമൺ പ്രത്യേകതയായിട്ട് പറയാനുള്ളത് തിയറി ദെൻ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം വരുന്നത് ഒരു 3 ചോദ്യങ്ങളാണെങ്കിൽ അതിലെന്തായാലും ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം, ചിലപ്പോൾ ഒരു 4 പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ ഒരെണ്ണം മിനിമം 1 2 വരെ നമുക്ക് കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള വരാറുണ്ട്. തിയറി വലിയ കുഴപ്പമില്ലാത്തതാണ് വരാറ്. പ്രോബ്ലം മിക്കതും കുറച്ചൊരു ടഫസ്റ്റ് ചോദ്യമായിട്ടാണ് കണ്ടുവരാറ്. അതെന്തായാലും മുൻകൂട്ടി വെച്ചോളൂ. ദെൻ NPV അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിലത്തെ ഒരു 5-8 മെത്തേഡുകളുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 4-5 അത് പരമാവധി കവർ ചെയ്യാൻ ശ്രമിക്കുക. അതിലേതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് എന്തായാലും 3 വെയിറ്റേജിനെ വരാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഇത് രണ്ടും കിട്ടുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. മാർജിനൽ കോസ്റ്റിംഗ് ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതാണ് കണ്ടുവരാറ്. ഫസ്റ്റ് ചാപ്റ്ററിലത്തെ ഒരു തിയറി നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എന്താണ് അതിൻ്റെ ലിമിറ്റേഷൻസ്, സ്കോപ്പ്, പ്രഡിക്റ്റീവ് ടൂൾസ്, ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, സ്ട്രാറ്റജിക് റോൾ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, ഇക്കണോമിക് വാല്യൂ ആഡഡിൻ്റെ തിയറി, പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്താണ് അതിൻ്റെ പ്രോസസ്സ്, പിന്നെ പ്രോബ്ലം NPV ആ ചാപ്റ്ററിലത്തെ ഏതെങ്കിലും ഒരു ചോദ്യം വരാറുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലെ ഏതെങ്കിലും ഒരു വാരിയൻസിനെ പറ്റിയുള്ള ചോദ്യം, മാർജിനൽ കോസ്റ്റിംഗിൻ്റെ പ്രോബ്ലം, ഡിസിഷൻ ട്രീ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ്, പെർഫോമൻസ് മെഷർമെൻറ്റ് എന്താണ്, വാരിയസ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ദി പെർഫോമൻസ് ഓഫ് എ കമ്പനി. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ 3 വെയിറ്റേജിനെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.